പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ടോപ്പ് കോളേജിൽ പഠിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഇന്ത്യയിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകൾ ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി 2026 ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ് അവർ അതിന് വേണ്ടിയിട്ട് എഴുതേണ്ടത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ക്യാമ്പസുകളെ പോലെയല്ല, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരുപാട് ക്യാമ്പസുകൾ കോളേജസ് സെപ്പറേറ്റ്ലി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റി 2026 അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ബുള്ളറ്റിൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് CUET വഴി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി പ്രധാനപ്പെട്ട സംഗതിയാണ്. ബുള്ളറ്റിൻ ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്താണ് അതിലെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഇനീഷ്യലി VCയുടെ മെസ്സേജും സംഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷനിൽ പലർക്കും മിസ്സായി പോകുന്ന ഒരു ഏരിയ ആണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിക്ക് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കീഴിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. ഇത് 6ാമത്തെ പോയിന്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. എന്താ പറയുന്നത്? For admission to University of Delhi, it is mandatory for the candidate to appear in the CUET examination 2026 in those subjects which he or she is appearing as passed in class 12. അതായത് പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ച വിഷയം ഏതാണോ ആ വിഷയമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ ഏതാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഇറസ്പെക്റ്റീവായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പ്ലസ് ടുവിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചത് സയൻസ് ആണ്, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം ഡൽഹി യൂണിവേഴ്സിറ്റി എങ്കിൽ നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് പ്ലസ് ടുവിൽ പഠിച്ച വിഷയം തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ ഹൈലൈറ്റ് ചെയ്തൊരു പോയിന്റ് ആയിട്ട് സൂചിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CUETയിൽ മറ്റ് കോളേജുകൾക്കോ യൂണിവേഴ്സിറ്റികൾക്കോ ഒന്നും ഈ ഒരു ക്രൈറ്റീരിയ നിർബന്ധമല്ല. നിങ്ങളൊരു പക്ഷേ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് 2 സയൻസ് ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾ സയൻസ് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ഓരോ യൂണിവേഴ്സിറ്റികൾക്കനുസരിച്ച് വ്യത്യാസമാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് പ്രിഫർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒറ്റ എക്സാമിനേഷൻ വഴി ഒരു യൂണിവേഴ്സിറ്റി കണ്ടറിൽ ഏകദേശം 91 ക്യാമ്പസുകളുള്ളതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സിൽ വ്യത്യാസപ്പെടുത്തുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CUETയുടെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ലാംഗ്വേജസ്, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന കോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെ പ്രോഗ്രാമുകളാണുള്ളത്, ഹോണേഴ്സ്, BA, BCom, BBA തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലസ് എന്താണ് പിന്നീട് പറയുന്നത്, ഓരോ സബ്ജക്റ്റുകളിലും കോമൺ മിനിമം എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റ് എന്നുള്ള സ്വഭാവത്തിലും അല്ലാതെയുമായിട്ട് 2 ലിസ്റ്റുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സിൽ 2 ലിസ്റ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി നിലവിൽ CUET പബ്ലിഷ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ലിസ്റ്റുകളും ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് ലിസ്റ്റുകളിലും പുറമെ ഡൽഹി യൂണിവേഴ്സിറ്റി ഈ ലിസ്റ്റുകളെ 2 കാറ്റഗറി ആയിട്ട് പുറത്തിടുന്നു. ഒന്ന് ലിസ്റ്റ് A ആണ്, ലാംഗ്വേജസ് ആണ്, ഇംഗ്ലീഷും അസാമീസും ബംഗാളിയും ഹിന്ദി ഗുജറാത്തി മലയാളമൊക്കെ വരുന്ന ലിസ്റ്റാണ് ഒന്ന്. രണ്ടാമത്തത് ലിസ്റ്റ് B ആണ്, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ്. ഈ ലിസ്റ്റ് എയും ലിസ്റ്റ് ബിയും ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതിൽ നിന്നാണ് നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 91 ക്യാമ്പസുകൾ കോളേജസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസും ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാൻ വേണ്ടി സാധിക്കും. രാംരാജ് കോളേജ് ഓഫ് കൊമേഴ്സ്, ദൗലത് റാം കോളേജ്, രാംജാസ് കോളേജ്, കിരോരിമാൽ കോളേജ്, ഹാൻസ് റാഞ്ച് കോളേജ്, സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ഹിന്ദു കോളേജ്, മിറാണ്ട ഹൗസ് ഒക്കെ നിങ്ങൾക്ക് നോർത്ത് ക്യാമ്പസിൽ കാണാൻ വേണ്ടി സാധിക്കും. സൗത്ത് ക്യാമ്പസിലേക്ക് വരികയാണെങ്കിൽ മൈത്രേയ് കോളേജ്, ജീസസ് ആൻഡ് മാരി കോളേജ്, ലാലാനന്ദ് കോളേജ്, മോത്തിലാൽ നെഹ്റു കോളേജ്, LSR കോളേജ്, കമൽ നെഹ്റു കോളേജ് തുടങ്ങിയിട്ടൊക്കെയുള്ള ക്യാമ്പസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അല്ലാതെയും കാണാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ ഓഫ് ക്യാമ്പസുകൾ നിങ്ങൾക്ക് അല്ലാത്ത റീജിയണിൽ നിങ്ങൾക്ക് മുഖർജി കോളേജ്, ശിവാജി കോളേജ് തുടങ്ങിയിട്ടൊക്കെയുള്ള കോളേജ്, ഭാരതി കോളേജ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ 91 ക്യാമ്പസുകൾ, കോളേജസ് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. മനോഹരമായിട്ടുള്ള ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നതാണ്. ഇനി അത് തന്നെ നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതയാണ്. ഏകദേശം 70,000-ലധികം സീറ്റുകൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കുണ്ട്. UG സീറ്റ്സ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 70,000+ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രിഫറൻസ് നിങ്ങൾ നോർത്ത് ക്യാമ്പസ് തന്നെ കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. 73 റെഗുലർ UG കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളതിൽ മനസ്സിലാക്കുക എന്നതാണ്. ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിങ് ഫ്രെയിംവർക്ക്, NIRF അവരുടെ എല്ലാ വർഷവും റാങ്കിങ് നിർണ്ണയിക്കാറുണ്ട് ക്യാമ്പസുകൾക്ക്. കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, എഞ്ചിനീയറിംഗ് ക്യാമ്പസുകൾ, വ്യത്യസ്ത ഡൊമൈനിൽ വരുന്ന ക്യാമ്പസുകൾക്ക് അവർ എന്ത് ചെയ്യാറുണ്ട്, അവർ റാങ്കിങ് നിർണ്ണയിക്കാറുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2025 കോളേജ് റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ റാങ്ക് ഹിന്ദു കോളേജാണ്, രണ്ടാമത്തെ റാങ്ക് മിറാണ്ട ഹൗസ് ആണ്, മൂന്നാമത്തെ റാങ്ക് ഹാൻസ് രാജ് കോളേജാണ്, നാലാമത്തെ റാങ്ക് കിരോരിമാൾ കോളേജാണ്. ഈ 4 ക്യാമ്പസുകൾ അഞ്ചാമത്തേലേക്ക് വരുന്ന സമയത്താണ് അഞ്ചാമത്തെ സെന്റ് സ്റ്റീഫൻസ് കോളേജാണ്. 5 ക്യാമ്പസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കീഴിൽ വരുന്ന കോളേജസ്, അത് ഇന്ത്യയിലെ ടോപ്പ് ക്യാമ്പസുകൾ. അപ്പോൾ നിങ്ങൾ ഹിന്ദു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു കോളേജ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ BA പൊളിറ്റിക്കൽ സയൻസ് ഹിന്ദു കോളേജിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ക്യാമ്പസിലാണ്. നമ്പർ 1 ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ 1 ആവണ്ടേ? സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കൊൽക്കത്ത വരുന്നുണ്ട്, പിന്നെ ആത്മാറാം സനാതൻ ധർമ്മ വീണ്ടും വരുന്നുണ്ട് ഡൽഹി. പിന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ 10 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ വെങ്കടേശ്വര കോളേജ് വരുന്നുണ്ട്. ഇങ്ങനെ ആദ്യത്തെ 10 നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സമഗ്രാധിപത്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട സംഗതി. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ്, അതുമായി ബന്ധപ്പെട്ട കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് CUTയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇനി CUT UGയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ റോഡ് മാപ്പ് ഒരു PDF മെന്റർ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റോഡ് മാപ്പ്, നിങ്ങൾക്ക് വളരെ കൺസെപ്റ്റലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതി, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ വെച്ചുകൊണ്ട് കോഴ്സുകളെ കുറിച്ചും യൂണിവേഴ്സിറ്റികളെ കുറിച്ചും എല്ലാം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PDF ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റികളെ കുറിച്ച്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണുള്ളത്, അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് വരുന്നത്, ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാം വളരെ ഒരു ഇൻഫോഗ്രാഫിക്സ് ഫോമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം, അതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ എൻ്റെ ടൈം ലൈൻ പ്രോസസ്സ് എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 13 മീഡിയത്തിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. മീഡിയം ഓഫ് ലാംഗ്വേജ് ഉണ്ട്, അതിൽ ഇംഗ്ലീഷ്, ഡൊമൈൻ സബ്ജക്റ്റ് ലാംഗ്വേജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്, എക്സാമിനേഷൻ്റെ സ്കീം എങ്ങനെയാണ്, എത്ര സെക്ഷൻസ് ആണുള്ളത്, എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്, എത്ര സമയമാണുള്ളത്, എത്രയാണ് മാക്സിമം മാർക്ക്, കറക്റ്റ് മാർക്ക്, ഇങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസും, ഏതൊക്കെയാണ് കേരളത്തിൽ സെൻറ്ററുകൾ ഉള്ളത്, ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പസ് ടൂറുകളും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ക്യാമ്പസ് ടൂറിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ വേണ്ടി പറ്റും എന്നതാണ്. അതായത് ഓരോരോ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്യാമ്പസിൽ പഠിക്കുന്ന ആളുകൾ വീഡിയോസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലാണ്. മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഓരോ ക്യാമ്പസുകളെ കുറിച്ചും കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കിട്ടും എന്നുള്ളതാണ്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സ്പെസിഫിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അവിടെ ഉള്ളത്. ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം. BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെങ്കിൽ ഏതൊക്കെയാണ് ക്യാമ്പസുകൾ, ഹിന്ദു കോളേജ് ഉണ്ട്, LSR ഉണ്ട്, മിറാണ്ട ഉണ്ട്, രാംജാസ് ഉണ്ട്, കിരോരിമാൾ ഉണ്ട്, ഇങ്ങനെ ഉള്ള ക്യാമ്പസുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓരോരോ കോഴ്സ് വൈസ് BA ഹോണേഴ്സ് ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ഏതൊക്കെയാണ് ക്യാമ്പസുകൾ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള PDF. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നതാണ്.
ഇനി അതല്ല CUT UGയിൽ ജനറലി നിങ്ങൾക്ക് സബ്ജക്ട്സ് ഏതൊക്കെയാണ്, കോമ്പിനേഷൻസ്, യൂണിവേഴ്സിറ്റീസ്, കോഴ്സ്, സബ്ജക്ട് കോമ്പിനേഷൻ വേണമെന്നെങ്കിൽ അതായത് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതിന് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ട്, എത്ര സീറ്റ് ഉണ്ട്, അതിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സയൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓരോരോ കോഴ്സുകൾക്കുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഡാറ്റയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നതാണ്. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയും അതിനനുസരിച്ച് ഫോളോ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ ആ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ മെന്റർഷിപ്പ് എടുക്കുക, നിങ്ങൾക്ക് ബാച്ച്, ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും A to Z സംശയങ്ങൾ, CUT ബന്ധപ്പെട്ട് A to Z സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളെ കംപ്ലീറ്റ് മെന്റർഷിപ്പ് സപ്പോർട്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും കൃത്യമായിട്ട് ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.